ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ പരാശക്തി എന്ന് പറഞ്ഞ സിനിമ റിലീസായിരിക്കുകയാണ്. നമ്മുടെ സോററൈ പോട്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഡയറക്ടർ, ഹർ നെയിം ഈസ് സുധാ കൊങ്കാറ ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി തന്നെയാണ് സ്ക്രീൻ പ്ലേ. അർജുൻ നടേശൻ ആൻഡ് ഗണേശൻ ആണ് അഡീഷണൽ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന. ഡയലോഗും പുള്ളിക്കാരി അർജുൻ നടേശൻ, മാധവ് കർക്കി, ഷാൻ കുറുപ്പുസ്വാമി തുടങ്ങിയവരാണ്. സ്റ്റോറി ബൈ മതിമരൻ പുകൈതി, അങ്ങനെ എന്തുകൊണ്ട് പുള്ളിയുടെ പേര് കേട്ടോ. അഭിനയിച്ചിരിക്കുന്നത് നമ്മളുടെ ശിവകാർത്തികേയൻ. ഇത് സൂര്യ ചെയ്യാൻ വേണ്ടിയിരുന്ന പടമാണ്. സൂര്യയും ദുൽഖറും രണ്ടെണ്ണത്തിന് അടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ റിജക്റ്റ് ചെയ്തതിന്. ഒന്നാമത്തെ കാര്യം രവി മോഹൻ അല്ലെങ്കിൽ നമ്മുടെ ജയം രവി, പിന്നെ നമ്മുടെ ശ്രീലീലയുണ്ട്, അഥർവയുണ്ട്, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അല്ലാതെ ഒരു വലിയ ഹ്യൂജ് ആൾക്കാരുണ്ട് കാസ്റ്റിംഗ് ആൻഡ് ക്രൂവിൽ. രവി കെ ചന്ദ്രനാണ് ക്യാമറ വർക്ക്. കിടിലം വർക്കാണ് ചെയ്തേക്കുന്നത്. സൂപ്പർബ് ഫ്രെയിംസ് ആൻഡ് സൂപ്പർബ് ലൈറ്റിംഗ്, സൂപ്പർബ് ക്യാമറ വർക്ക് വേറെ ലെവലായിരുന്നു. സതീഷ് സൂര്യ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ജി വി പ്രകാശാണ് മ്യൂസിക്. ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ റെഡ് ജാൻറ്റിൻ്റെ പടമാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂളിംഗ് ടീമുകളാണ്. പിന്നെ 162 മിനിറ്റാണ് ഈ സിനിമ. അത് അത്യാവശ്യമുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഈ പറയുന്ന മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ രവി മോഹൻ അല്ലെങ്കിൽ നമ്മുടെ ജയൻ രവി പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പുള്ളി ഇതിലായെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം വില്ലനായിട്ട് പിന്നെ നല്ലവനാവണ ഒരു വില്ല ഉണ്ടല്ലേ, മനസ്സിലായില്ലേ, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അല്ല, കൊടൂര അതല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ലെവൽ കേട്ടോ. അയ്യോ, ഇതുപോലെയൊക്കെ ആയിരിക്കണം കേട്ടോ നടന്മാർ. ചലഞ്ച് അങ്ങ് എടുക്കണം, എന്നാൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടേ കൊള്ളാം. ശിവകാർത്തികേയൻ കുഴപ്പമില്ലായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ. പുള്ളിക്ക് കൊടുത്ത സാധനം പുള്ളി നീറ്റായിട്ട് ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സൂര്യയാണ് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ രോമമൊക്കെ ഇങ്ങനെ 10 മൈൽ എണീച്ചൊക്കെ നിൽക്കാനുള്ള സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ക്ലൈമാക്സ്, ഇൻ്റർവെല്ല് തുടങ്ങിയ സാധനങ്ങൾ. ഈ സിനിമ കുഴപ്പമില്ല. ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതായത് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. സിനിമ തുടങ്ങുന്ന സമയം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു വലിയ വിഷയമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. പക്ഷേ പോകെ നീ വായിൻ്റെ അകത്തോട്ട് നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരുപാട് കാര്യമുണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. കുറേ ലോജിക്ക് ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പറയും ഇത് റൂൾ ബുക്കിലുള്ളതാണ്, അക്സെപ്റ്റ് ചെയ്തോണം എന്നങ്ങ് കാണിക്കും. അല്ലെങ്കിൽ നമ്മളെ ഒരുമാതിരി അവരുടെ ഒരു വൃത്തികെട്ട ഈഗോ വെച്ചിട്ട് നമ്മളങ്ങ് അടിച്ചമഴ്ത്തി കളയും. സിനിമയിൽ പറയണ അടിച്ചമഴ്ത്തലാണ്. ഞാൻ പറയില്ല, നമ്മളിപ്പോഴും കുറേ എണ്ണമുണ്ട് ഇവിടെ. മറ്റേ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ഈസ് ഹിന്ദി എന്ന് പറയണ കുറേ മഹാന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. 2026 ഉണ്ട്. നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ് കേട്ടോ എന്ന് പറയും. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമുക്കങ്ങനെ നാഷണൽ ലാംഗ്വേജ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് അന്ധക്കാലത്തുള്ള യൂത്തന്മാർ നമുക്ക് നേടിത്തന്ന ഒരു സാധനമാണെന്ന് അറിയുമ്പോൾ കിട്ടണ ഒരു ഫീലുണ്ടല്ലോ, അത് ഭയാനകമാണ് ഈ പടത്തിൽ. ദ റൈറ്റ് തിങ്സ്, റെവല്യൂഷൻ ഫോർ ദ റൈറ്റ് തിങ്സ് എന്ന് പറയും. ശരിയായുള്ള കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുക, ശരിയായുള്ള കാര്യങ്ങൾക്ക്. അതിന് അങ്ങനെ ശബ്ദമുയർത്തിയ ഒരു സംഘം ആൾക്കാരെ പറ്റിയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിലിം. ബട്ട് ഞാൻ പറയില്ല, കുഡ് ഹാവ് ബീൻ എ ബെറ്റർ മൂവി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ രസമാക്കാൻ മതി. ഈ പറയുന്ന ഒരു അനാവശ്യമായിട്ടുള്ള കുറേ പ്രേമവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയില്ല, കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നടൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ നിന്നാണ് ഈ സിനിമ. ഞാൻ പറയില്ല, ഒരു മോശപ്പടം എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ വൺ ടൈം വാച്ച് മൂവി. എന്താ പറയുക, ആ ഒരു പ്രിമിസസ് വാസ് വെരി നൈസ് ഇൻ മൈ ഒപ്പീനിയൻ. വളരെ നല്ല രസമായിട്ട് തന്നെ ആ കാലഘട്ടമൊക്കെ അവർ ഗംഭീരമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ VFX പറ്റി പറയാനാണെങ്കിലും ഇപ്പോൾ അവസാനത്തെ ട്രെയിൻ സീക്വൻസിൻ്റെ സാധനങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഒരു സിനിമ മേക്കിംഗ് എന്നൊക്കെയുള്ള രീതിയിൽ ഇറ്റ് ഇസ് വെരി നൈസ്. ശ്രീലയിലൊക്കെ വരും. ഞാൻ പറയും ഇവരൊക്കെ കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു വെടിച്ചില്ലൻ ടീമുകൾ വേണമായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പെട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ മറ്റേ നമ്മൾ എറിച്ച് നിർത്തണമായിരുന്നു. അങ്ങനത്തെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ത്രൂ ഔട്ട് പടം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ അബൌട്ട് പരാശക്തി.
നല്ല കുറേ കാര്യങ്ങളും നല്ല കുറേ മൂമെൻറ്റ്സൊക്കെ തരുന്ന സിനിമ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ജില്ലാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിന്യൂറ്റി നമുക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ബേസിൽ ജോസഫ് ഉണ്ട്. ബേസിൽ ജോസഫ് ഒരു ഗംഭീര സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജിന് വേണ്ടി മാത്രമല്ല, ഇത് ആ സൗത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പല വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന എല്ലാവരും പോരാടിയ ഒരു 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 പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ സിനിമ. ആൻഡ് വെരി നൈസ് മൂവി, ബട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ചുമ്മാ നമുക്ക് ടൈം പാസിന് കണ്ടിരിക്കാം. നമ്മുടെ ജനനായകൻ്റെ അവസ്ഥ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും. ഇന്നലെ ഒരു കോടതി പറഞ്ഞു ഒരു കുഴപ്പമില്ല ചുമ്മാ റിലീസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അടുത്തത് വേണ്ട ബേക്കണമാർ 2 ജസ്റ്റിസിൻ്റെയൊക്കെ ഇത് കേട്ടാലേ നടക്കുകയുള്ളൂ എന്ന്. ഭയങ്കര ഇതാണ് ഈ ഈഗോയാണ് ഞാൻ പറയണത്. നമ്മളെ നാട്ടിൽ ഇമാതിരി ഒരു വൃത്തികേടുണ്ട്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കുറേ എണ്ണം. നമുക്കത് പറ്റൂല. അയ്യ അത് എനിക്ക് സെൻസർ ബോർഡ് നമ്മൾ സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യുന്നോ എന്നൊക്കെ ഉള്ളൊരു കൊണയുണ്ടല്ലോ, അതാണ് ഇത്. ഈ കൊണയാണ് ഞാൻ പറഞ്ഞത്. ഇത് ലാംഗ്വേജിൽ മാത്രമല്ല, നമ്മളെ നാട്ടിലുള്ള കുറേ എണ്ണത്തിന് ഈ പ്രശ്നമുണ്ട്. കുറേ വൃത്തികെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എവിടെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്? ഒരു സിനിമയായിട്ട് ഇറക്കി എന്താണ് പ്രശ്നം? ഇവരെന്നെ പറയണം മറ്റേ കാസരിയുടെ മറ്റേ കുന്തമാണെന്ന് പറയുന്നത്. കാസരിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ആ പടം ഇറങ്ങിയപ്പം. ഇത് ഭഗവന്ത് കാസരി, ഇതിനെന്താ പ്രശ്നം? ഇതേ സെയിം പ്രമിസസ് അല്ലേ? അപ്പോൾ അതാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ആൾക്കാർ കേട്ടാൽ മതി, അല്ലാത്ത സാധനം കേൾക്കണ്ട. വാവ് മാൻ, ബ്രില്യൻറ്റ്. അങ്ങനെ ആയിരിക്കണം. സെലക്റ്റീവ് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ മതി, കൊള്ളാം. ഞാൻ അതാണ് പറയുന്നത്. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പറയില്ല നമുക്ക് വോയിസ് റൈസ് ചെയ്യാൻ ആരും ഇല്ല, മനസ്സിലായി. നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മളെ പ്രതിനിധിച്ചുകൊണ്ട് കുറച്ച് പേര് വേണമല്ലോ, അതില്ല. അവർ പറയും ഇത് ഇന്ത്യയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയും. ഇങ്ങനെയാണ്, അതൊന്നും ചെയ്യാൻ പറ്റൂല, അത് മാറൂല. അതാണ് ജനനായകൻ്റെ കേസ്. ആലോചിച്ച് നോക്കി, ഇന്നലെ ഇറങ്ങേണ്ടിരുന്ന പടമാണ്. ഇപ്പം അതിൻ്റെ ജാനുവരി 21 ഹിയറിങ് വെച്ചേക്കണമെന്ന് 2. എടാ ഒരു സിനിമയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച്. ഒരു സിനിമ എന്ത് ഒന്നുമില്ല, വിജയര ഫിക്ഷണൽ പടം ഒന്നുമില്ല. നീ കാണാൻ ഒരു ആകാംക്ഷയുണ്ട് എന്താണെന്ന്. ഇങ്ങനെ തടയണമെങ്കിൽ അത്രയ്ക്ക് എന്തോന്നോടെ അവർ പൊള്ളിപ്പിച്ചത്, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. അത് എന്തോ കട്ട് ചെയ്യണമെന്ന്. ആ കട്ട് അതാണ് പറഞ്ഞത്. എന്തിനാണ് ഈ കട്ട് ചെയ്യണത്? ഇവിടെ എന്തൊക്കെ ഓഞ്ഞ പടങ്ങൾ ഇറങ്ങണം, അതൊന്നും നിങ്ങൾ കട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ കേരള സ്റ്റോറി ഇറക്കി വിട്ടേലേടേ, അതെന്ത് കട്ട് ചെയ്യാത്ത? അയ്യോ എവിടെ പോയി സെൻസർ ബോർഡ്? ഇതുപോലത്തെ ഇല്ലോജിക്കൽ ബുൾഷിറ്റ് ഇറക്കിയിട്ട് നീയൊക്കെ എന്താ കട്ട് ചെയ്യാത്ത? സൂപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, സെലക്റ്റീവ്. ഇതേപോലെയാണ് നമ്മൾ നല്ല ഒരുപാട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓൾസോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ എന്തായാലും രേഖപ്പെടുത്തുക. കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഫീൽ ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, ബട്ട് യാ എനിവേസ്, സൂര്യയും ദുൽഖറും ചെയ്യേണ്ട പടമായിരുന്നു. യു ഷുഡ് ഹാവ് അതേപോലെ കുറച്ചും കൂടെ ഇതിനൊരു വൈഡ് സ്പ്രെഡ് കിട്ടിയാണ് ഈ സിനിമയ്ക്ക്, കുറച്ചും കൂടെ ബഡ്ജറ്റ് കയറിയാണ് ഈ സിനിമയ്ക്ക് എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേസ്, മലയാളവും വാഴട്ടെ, അത്രേ എനിക്ക് പറയാം.